ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ബഹുമാനത്തിൻ്റെ പാത്രമേ എന്ന വിശേഷണത്തെക്കുറിച്ചാണ്. സോളമൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്ക് നിർമ്മിച്ചു. അവൻ അതിൻ്റെ തണ്ട് വെള്ളി കൊണ്ടും ചാരുനിടം സ്വർണം കൊണ്ടും ഇരിപ്പിടം ജെറുസലേം പുത്രിമാർ മനോഹരമായി നെയ്തെടുത്ത രക്താംബരം കൊണ്ടും പൊതിഞ്ഞു. ലെബനോനിലെ മരങ്ങളുടെ പല്ലക്കായി അവൻ അവനെ മാറ്റി. ഈ വചനത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺസലൂസിലെ ലാപ്പിഡേ പറയുന്നു: ഈ പല്ലക്ക് അവതരിപ്പിച്ച വചനം പ്രസവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ ഉപവി കൊണ്ട് നിറച്ച ജെറുസലേം പുത്രന്മാരോട് സ്നേഹം കൊണ്ട് നിറച്ച ഉദരമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അവരുടെ വിഷമഘട്ടത്തിൽ അവർ ചോദിക്കാതെ തന്നെ തൻ്റെ പുത്രനോട് അപേക്ഷിച്ച് അവർക്ക് വീഞ്ഞു കൊടുക്കാൻ അപേക്ഷിച്ചവൾ എവിടെയും ബഹുമാനത്തിന് അർഹയാവുകയായിരുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധ ബെനവുന്തുര പറയുന്നു: പരിശുദ്ധ മറിയം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രയധികം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അതിനാൽ സ്ത്രീകളിൽ അനുഗ്രഹീതേ എന്നാണ് വിശുദ്ധ ആൻസലേം അവളെ അഭിസംബോധന ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ കാലിത്തൊഴുത്ത് മുതൽ പെന്തക്കോസ്ത വരെ എല്ലാ തലങ്ങളിലും അവൾ ബഹുമാനത്തിന് അർഹയാണ്.